ഹായ് കുട്ടികളെ, ഞാൻ ടി ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അല്പം കളിയിലൂടെ കണക്കാണ് പഠിപ്പിക്കുന്നത്. ഡോക്ടർ ബിട്ടുവിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എ ബ്രെയിൻ ഫുഡ് എന്ന് പറയാറുണ്ട്. രാത്രിയിലെ ഉറക്കത്തിന് നീണ്ട നേരത്തെ ഭക്ഷണ ഇടവേളക്കും ശേഷമുള്ള ഭക്ഷണമായതുകൊണ്ട് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഊർജത്തിന്റെയും ഉന്മേഷത്തിന്റെയും പ്രധാന പങ്ക് നമ്മുടെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് ടീച്ചറുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു പോയാലോ? ടീച്ചർ ഇന്ന് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹായ് മക്കളെ, അപ്പോ ബിട്ടു ഡോക്ടർ എന്താ പറഞ്ഞെന്ന് കേട്ടല്ലോ. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപ് എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, ഇന്ന് ഞാനൊരു ഫൺ ഗെയിമാണ്. ഗെയിമിലൂടെ നമുക്ക് അല്പം മാത്സ് പഠിക്കാം. അപ്പോൾ ഇന്ന് ബാസ്കറ്റ് ബോളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Fill in the missing numbers in the basketballs given below. Recount the timetable of 3. അപ്പോൾ ഇതെന്താണ്? കുറച്ച് മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ട് ബാസ്കറ്റ് ബോളിൻ്റെ അകത്ത്. അതിന് നമ്മൾ 3 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്ത് പോകണം, കൂട്ടിക്കൂട്ടി പോകണം. അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാങ്ക് ബാസ്കറ്റ് ബോളാണ്. പിന്നെ 9, പിന്നെയും ബ്ലാങ്ക് ബാസ്കറ്റ് ബോളാണ്. പിന്നെ 15 തന്നിട്ടുണ്ട്. ഇതെന്താ? ബ്ലാങ്ക് ആണ്. 24 ഉണ്ട്. പിന്നെ ബ്ലാങ്ക് ആണ്. പിന്നെ 30 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ കണ്ടു 3 നമുക്കുണ്ട്. നമ്മൾ നെക്സ്റ്റ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. 3 + 1 2 3. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ആൻസർ 6. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 3 ഉണ്ട്, അതിൽ 1 + 2 + 3 കിട്ടുമ്പം 6 ആയി. 6ൻ്റെ കൂടെ നമ്മൾ 3 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടി 9. ആൻഡ് 9ൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 10 11 12 അങ്ങനെ നമ്മൾ എഴുതി. ഇനി 12 കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് 15 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് 12 + 13 14 15 കറക്റ്റാണ്. അപ്പോൾ 15 ആണ് ആ ബാസ്കറ്റ് ബോളിനകത്ത്. അതിനുശേഷം നമ്മൾ അത് 3 വെച്ച് കൂട്ടുന്നു. 15 16 17 18 നമ്മൾ എഴുതി. 18 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ബാസ്കറ്റ് ബോൾ ബ്ലാങ്ക് ആണ്. സോ നമ്മൾ വീണ്ടും എന്താണ്? 3 വെച്ച് ആഡ് ചെയ്യുന്നു. 19 20 21 കിട്ടി. നമ്മൾ ആ ബാസ്കറ്റ് ബോളിനകത്ത് എഴുതി വെക്കുന്നു. നമ്മൾ 24 തന്നിട്ടുണ്ട്. അപ്പോൾ 21 + 3 എത്രയാണ്? 22 23 24 നമ്മൾ ഓൾറെഡി ഉണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 25 26 27 ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ചെയ്തു നോക്കുന്നു. സോ നമുക്ക് കിട്ടി 20 29 30 ആൻസർ കിട്ടി. നമ്മൾ ഇത് റീചെക്ക് ചെയ്താലോ? നമ്മൾ +3 ആണല്ലോ നമ്മൾ ചെയ്തത്. ഇത് റീചെക്ക് ചെയ്ത ആൻസർ ശരിയാണോ നമ്മളെങ്ങനെ നോക്കും? ലെഫ്റ്റ് ഉള്ളതിൽ നിന്ന് നമ്മൾ -3 ചെയ്ത് നോക്കിയാൽ മതി. 30ന്ന് 3 കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? 27. കറക്റ്റ്. 27 നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എത്ര കിട്ടുന്നുണ്ട്? 24. 24ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 21. അതേപോലെ 21ൽ നിന്ന് -3 ചെയ്താൽ നമുക്ക് 18 കിട്ടുന്നു. 18ന്ന് നമ്മൾ 3 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 15. അതിൽ നിന്ന് 3 ലെസ് ചെയ്യുമ്പോൾ 12. പിന്നെയും 3 ലെസ് ചെയ്യുമ്പോൾ 9. പിന്നെ 3 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 6. അതേപോലെ 6 - 3 നമുക്ക് 3 കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തത്. അപ്പോൾ ഇതൊരു സിമ്പിൾ എന്താണ്? ഇതിന് നമുക്ക് വേണമെങ്കിൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലായിടത്തും 3 ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3ൻ്റെ ടേബിൾ നമുക്കൊന്ന് പറഞ്ഞാലോ? 3 6 9 12 15 18 21 24 27 30. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? 3 വെച്ച് കൂട്ടുന്നു, പിന്നെ നമ്മൾ 3 വെച്ച് ലെസ് ചെയ്ത് റീചെക്ക് ചെയ്ത് നോക്കുന്നു. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പഠിച്ചു. ഹായ്, ഞാൻ ടി ടീച്ചർ.
നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി